കേരളത്തിൽ നടക്കിയ വൈഗ കൊലക്കേസിലെ പിതാവ് സനുമോഹന് ജീവപര്യന്തം. പ്രതിക്കെതിരെ കൊലപാതകമടക്കം 5 കുറ്റങ്ങൾ തെളിഞ്ഞു. ജീവപര്യന്തത്തിന് പുറമെ വിവിധ വകുപ്പുകളിലായി 28 വർഷം തടവും അനുഭവിക്കണം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യ കേസുകൾ പരിഗണിക്കുന്ന എറണാകുളത്തെ പ്രത്യേക കോടതി ജഡ്ജി കെ സോമനാണ് വിധി പ്രഖ്യാപിച്ചത്. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ക്രൂരതയ്ക്ക് കടുത്ത ശിക്ഷ, അരുംകൊലയ്ക്ക് കേരളീയ മനസ്സാക്ഷി ഞെട്ടിച്ച അരുംകൊലയ്ക്ക് കൃത്യമായ തക്കതായ ശിക്ഷാവിധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ തരത്തിലാണ് ശിക്ഷാവിധിയുടെ കോടതി ഇടപെടലിന്റെ വിശദാംശങ്ങൾ. കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ശിക്ഷാവിധി കേരളം കാത്തിരുന്ന പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കണം. സ്വന്തം മകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ 10 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ കൊലപ്പെടുത്തി പുഴയിൽ എറിഞ്ഞ നരാധമന് പരമാവധി ശിക്ഷ ലഭിക്കണം എന്ന ഒരു ആഗ്രഹം തന്നെയായിരുന്നു സമൂഹ മനസാക്ഷിക്കാകെ ഉണ്ടായിരുന്നത്. ജീവപര്യന്തം തടവ് തന്നെ പ്രത്യേക കോടതി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി വിധിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ചുമത്തിയിട്ടുള്ള പോലീസ് ചുമത്തിയിട്ടുള്ള വകുപ്പുകളെല്ലാം തന്നെ നിലനിൽക്കുമെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഓരോന്നിലും പ്രത്യേകമായി തന്നെ ശിക്ഷ വിധിച്ചത്. ഇതിൽ കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കൊലപാതക കുറ്റത്തിനൊപ്പം മറ്റു വകുപ്പുകളിലും കുറ്റം തെളിഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. ആ 3 IPC വകുപ്പുകളിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. 2 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വകുപ്പുകളിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. IPC 302 കൊലപാതകത്തിന് ജീവപര്യന്തം 1 ലക്ഷം രൂപ പിഴ. ഒപ്പം തന്നെ IPC 328 കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ മദ്യം നൽകി എന്ന കുറ്റത്തിന് 10 വർഷം തടവ്, 25,000 രൂപ പിഴ. ഒപ്പം തന്നെ 201 തെളിവ് നശിപ്പിക്കലിന് 5 വർഷം തടവ്, 10,000 രൂപ പിഴ ശിക്ഷ. ഒപ്പം ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ 2 വകുപ്പുകൾ 75 ഒപ്പം തന്നെ 77 ഈ 2 വകുപ്പിലും ഒന്നിൽ ആദ്യത്തേതിൽ 10 വർഷം തടവ്, രണ്ടാമത്തേതിൽ 3 വർഷം തടവ്. ഇങ്ങനെ എല്ലാം കൂടി ആകെ 28 വർഷം തടവ് ജീവപര്യന്തത്തിന് പുറമെ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആകെ 1,75,000 രൂപ സനുമോഹൻ പിഴയൊടുക്കണമെന്നും കോടതി വിധിച്ചു. ഇതിൽ 28 വർഷം ഒരുമിച്ച് ശിക്ഷ ലഭിച്ചതിൽ അതിൽ ഏറ്റവും കൂടുതൽ ശിക്ഷാ കാലാവധിയായ 10 വർഷമാണ് പ്രതി അനുഭവിക്കേണ്ടത്. ഒപ്പം തന്നെ ഈ 10 വർഷത്തെ തടവ് ശിക്ഷ പൂർത്തിയാക്കിയതിന് ശേഷം കൊലപാതക കുറ്റത്തിനുള്ള ജീവപര്യന്തം തടവ് വീണ്ടും അനുഭവിക്കുകയും വേണമെന്ന ഒരു വിധിയാണ് കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയം, തങ്ങളുടെ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങൾ അത് പൂർണ്ണമായും തന്നെ കോടതി അംഗീകരിച്ചു എന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ഒപ്പം തന്നെ മറ്റു നിരവധി വകുപ്പുകളിൽ 28 വർഷം തടവും നൽകാൻ അല്ലെങ്കിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞതിൽ പ്രോസിക്യൂഷന് വലിയ തോതിൽ തന്നെ അത് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുകയും ചെയ്തു. 2021 മാർച്ച് മാസം 22-നാണ് മുട്ടാർപുഴയിൽ കൊലപാതകം സനുമോഹൻ മകളെ കൊലപ്പെടുത്തിയ വൈഗയുടെ മൃതദേഹം ലഭിക്കുന്നത്. സനുമോഹൻ കൂടി ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ മനസ്സിലായത്. 2021 മാർച്ച് 21-ന് സനുമോഹന്റെ ഭാര്യ പരാതി നൽകുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയായിരുന്നു തൊട്ടടുത്ത ദിവസം 22-ാം തീയതി മൃതദേഹം കണ്ടെത്തുന്നത്. പിന്നീട് 28 ദിവസത്തിന് ശേഷമാണ് സനുമോഹനെ പിടികൂടുന്നത്.